പനിയാരം ഉണ്ടാക്കിയാലോ? എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്തിട്ട് അതിലേക്ക് സവാള ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, മല്ലിയില ആഡ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്നിട്ട് ആ മിക്സിനെ നമ്മൾ ദോശമാവിലേക്ക് ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ. അതിലേക്ക് ബ്രഷ് കൊണ്ട് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് ഇതേപോലെ മാവ് കോരി കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് കുട്ടികൾ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തു എന്ന് പറയുന്നുണ്ടോ? അവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ നല്ലോണം കഴിക്കും കേട്ടോ. ഇതിൻ്റെ ഒപ്പം നല്ല കട്ടിയുള്ള നാളികേര ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈസി റെസിപ്പീസ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.